പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്ത് ബിസിനസ് ചെയ്യും, അല്ലെ എന്ത് ബിസിനസ്സാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ബിസിനസ് ഐഡിയ പറയാമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു 50,000 രൂപയ്ക്കൊക്കെ താഴെ നമുക്ക് മുതൽ മുടക്ക് വരികയും അതേപോലെ തന്നെ നമുക്കൊരു 1 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ മാസം ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന കുറച്ച് ബിസിനസ് ഐഡിയകളാണ് ഞാനിപ്പോൾ ഇന്ന് ഈ പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് നമുക്കറിയാം അഡ്മിഷൻ ഏജന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ അഡ്മിഷൻ ഏജന്റ് ആയിട്ട്. ഇതിന് നിങ്ങൾക്ക് ഓഫീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാം. വളരെ കുറഞ്ഞ മുതൽ മുടക്കേ ഉള്ളൂ. ഇതെന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നത്. തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂർ, കർണാടക, അതുപോലെ തന്നെ ആന്ധ്ര മുതലായ പല സ്റ്റേറ്റുകളിൽ പോയി ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും തന്നെ കാണും നേഴ്സിങ്ങിനും അങ്ങനെ പല പല കോഴ്സുകൾക്കും പുറത്തു പോയി പഠിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ നേഴ്സിംഗ് അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഏത് കോഴ്സും ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾക്കൊക്കെ പോകുന്ന സ്റ്റുഡൻസിനെ അവരെ ക്യാൻവാസ് ചെയ്ത് അവർക്ക് കോളേജ് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് കോളേജാണ് പൈസ കൊടുക്കുന്നത്. ഏതാണ്ട് അനൗദ്യോഗികമായി പറയുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പെർ സ്റ്റുഡൻറ്റിന് ഒരു അഡ്മിഷൻ ഏജന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കോളേജിൽ നിന്ന് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് ഏകദേശം അവരുടെ ഒരു റേറ്റ്. അത് പല കോളേജുകൾക്ക് അല്ലെങ്കിൽ പല കോഴ്സുകൾക്ക് പല ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ തുക നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും നിങ്ങൾ പലതും, എല്ലാവരുമല്ല, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റുഡൻസിനെ ക്യാൻവാസ് ചെയ്ത് കൊടുക്കുക, അവരുടെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാനുള്ള സഹായം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഫീസ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ മെറിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് തരും. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കോഴ്സിന് അന്യ സംസ്ഥാനത്തേക്ക് ഒരു സ്റ്റുഡൻറ്റ് പോകും. ആ ഒരു കോഴ്സിന് നിങ്ങൾ ഏകദേശം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കോളേജ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സിനാണ് പോകുന്നതെങ്കിൽ 100 സ്റ്റുഡൻസിനെ നിങ്ങൾ ഒരു വർഷം 100 സ്റ്റുഡൻസിനെ മാത്രം ക്യാൻവാസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 1 കോടി രൂപ വരും. ഇനി അതിൻ്റെ പകുതി ബിസിനസ്സേ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് നടക്കും. അപ്പോൾ ഇതിൽ നിങ്ങളൊരു സാമൂഹ്യ സേവനവും കൂടിയാണ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസിനെ കുറിച്ച് അവർക്ക് കൂടുതൽ കോളേജുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരെ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അനൗദ്യോഗികമായി തന്നെ ഒരു നേഴ്സിംഗ് സീറ്റിനൊക്കെ ഇവിടെ കേരളത്തിലേക്ക് അപേക്ഷ വരുന്നത്, ഒരു സീറ്റിന് ഏകദേശം 10ഓളം അപേക്ഷ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 9 സ്റ്റുഡൻസും മറ്റു പല സംസ്ഥാനങ്ങളിലുമായി പോയി പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോഴ്സുകൾക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഓഫീസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഓഫീസായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോളേജുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്? കാരണം എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ വിഴിഞ്ഞം തുറമുഖത്തെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ചോദിച്ചപ്പോൾ പലരും എൻ്റെ വാട്സപ്പിലും അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിലും ഒക്കെ വന്ന് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ ഞങ്ങൾ ഷിപ്പിംഗ് കമ്പനികളെ ആയിട്ട് കണക്ട് ചെയ്യും? അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മറ്റത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കോളേജുകളുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നേരിട്ട് കോളേജുകളെ ബന്ധപ്പെടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ പോർട്ടലുകളുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇത് 100% ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ലിങ്ക് താഴെ കൊടുത്ത് അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കൃത്യമായിട്ട് കിട്ടും. പിന്നെ എങ്ങനെ സ്റ്റുഡൻസിലേക്ക് നിങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് സ്വന്തമായിട്ട് ചെയ്യാം. സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും 100% ഫ്രീ ആയിട്ട് 1-to-1 സെഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് നിങ്ങൾക്ക് താഴെയുള്ള ഒരു ഒന്നുകിൽ വെബ് ലിങ്കിലേക്ക് വരിക, എൻ്റെ വെബ്സൈറ്റ് ലിങ്കിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് മറുപടി കിട്ടും. സോ ഇനി രണ്ടാമത്തെ ബിസിനസ് ഐഡിയ, അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ് കെയർ ടേക്കർ. നിങ്ങൾക്കൊരു കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങാം. കെയർ ടേക്കർ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഈ ഫ്ലാറ്റുകളിലേക്ക് കെയർ ടേക്കർ, അങ്ങനെയല്ല. ഇതൊരു കെയർ ടേക്കിംഗ് ബിസിനസ്. അതായത് ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് ചുറ്റും ഓരോ കുടുംബത്തിലും എനിക്ക് തോന്നുന്നു ഓരോരുത്തരുണ്ട് സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ യൂറോപ്പിലോ മറ്റ് സ്ഥലങ്ങളിലോ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ അവരുടെ ഫാമിലിയെ, ഇവിടെ നാട്ടിലുള്ള ഫാമിലി അല്ലെങ്കിൽ അവരുടെ പ്രായമായ മാതാപിതാക്കൾ അതുപോലെയുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ആളെ ആവശ്യമുണ്ട്. അതായത് കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇതിന് മെട്രോ സിറ്റികളിൽ മാത്രമായിരുന്നു മുമ്പ് ഈ ഒരു ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് മെട്രോ സിറ്റികളിലല്ല, ഇന്ന് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഗ്രാമങ്ങൾ പോലും ഈ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ പ്രായമായെന്ന് പറഞ്ഞാൽ അവർ കിടപ്പ് രോഗികളാണോ എന്നൊന്നുമില്ല. ആ പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കും
പീരിയോഡിക്കൽ അവരുടെ ചെക്കപ്പിന് പോകണം, ഹോസ്പിറ്റലിൽ പോകണം, തിരിച്ചു വരണം, അവരുടെ വീട് വൃത്തിയാക്കിയിടണം. അതായത് വീട്ടിൽ ആവശ്യത്തിനുള്ള ഒരു സർവൻറ്റിനെ എത്തിക്കുക, വീട് അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ. എന്തിന്? അവരുടെ പറമ്പിൽ തേങ്ങ ഇടാൻ ആളിനെ അറേഞ്ച് ചെയ്യാൻ വരെ ആവശ്യമുണ്ട്. നിങ്ങൾ പോയി തേങ്ങ ഇടുകയോ നിങ്ങൾ പോയിട്ട് ഈ പറയുന്ന പറമ്പ് വൃത്തിയാക്കുകയോ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇതെല്ലാം മാനേജ് ചെയ്യാൻ ആളിനെ ആവശ്യമുണ്ട്. അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് തുടങ്ങാം. സോ അങ്ങനെ ഒരു കമ്പനി നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഈ വിദേശത്തുള്ള മക്കൾ, അല്ലെങ്കിൽ ഇനി വിദേശത്താകണമെന്ന് തന്നെ ഇല്ല, ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് എന്താവശ്യത്തിനും കണക്ട് ചെയ്യാനായിട്ട് ഒരു ഫോൺ നമ്പർ വേണം. അത് നിങ്ങളുടേതാകുക. അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് നാളെ ഒരു ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട്, ഒരു പ്രശ്നം വന്ന് ഫ്യൂസ് പോയി, അല്ലെങ്കിൽ ഇതൊന്നും പലപ്പോഴും അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ അതിന് പറ്റുന്ന വിശ്വസ്തരായ ജോലിക്കാരെ തിരക്കി പോകാൻ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ തിരക്കി പോകുക, അവരെ വിളിക്കുമ്പോൾ അവരെനിക്ക് സമയമില്ല എന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു എക്യുപ്മെന്റ്സ് അവിടെ കേടായി അത് ശരിയാക്കാൻ ആളെ റെഡിയാക്കുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു സർവൻറ്റിനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മകൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് ഒരാളിനെ ആവശ്യമുണ്ട്. അതുപോലെ ഇനി അവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ട്, വാഹനം അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ മാസാമാസം പ്രായമായ മാതാപിതാക്കൾക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകണം, അതിന് വാഹനങ്ങൾ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന് കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സിംഗിൾ പേഴ്സൺ, അതാണ് കെയർ ടേക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് വാങ്ങിക്കാം. സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് പറയുമ്പോൾ മാസം നിങ്ങൾക്ക് ഇത്ര രൂപ അടയ്ക്കണം. അത് പലപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3000 രൂപ മുതൽ 10000 രൂപ വരെ നിങ്ങളുടെ വിവിധമായിട്ടുള്ള നിങ്ങളുടെ സർവീസുകൾ എന്തൊക്കെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് 3000 രൂപ മുതൽ 10000 രൂപ വരെ മാസം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അടയ്ക്കുകയാണെങ്കിൽ എന്താവശ്യത്തിനും നിങ്ങളെത്തും. പലപ്പോഴും കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് ഓക്സിജൻ സിലിണ്ടേഴ്സ് ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എമർജൻസിയിൽ വിളിക്കാനും ഒക്കെ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയല്ല. ഇപ്പം അറിയാം, നമുക്ക് പലരും വിദേശത്തുള്ള മക്കൾക്കൊന്നും ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് വലിയ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഗ്രാമങ്ങളിൽ പോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഇത് മെട്രോ സിറ്റിയുടെ മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സിംഗിൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളായിരിക്കും ആ വിശ്വസ്തനായ പേഴ്സൺ. പക്ഷെ നിങ്ങൾ ചെന്ന് ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇവരെ എല്ലാം അറേഞ്ച് ചെയ്താൽ മതി. ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കൃത്യമായി ഇത് അറേഞ്ച് ചെയ്യുന്നതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ്, അതായത് മാസാമാസം ഈ ഒരു തുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി മാസാമാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർലി സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാം. അത് ഒന്നിച്ചടയ്ക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒന്ന് ആലോചിക്കുക, വിദേശത്ത് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ഫാമിലിക്ക് മാസം ഈ ഒരു തുക, ഒരു ആവറേജ് 5000 എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു തുകയല്ല. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കാൻ പറ്റുന്ന ഒരാൾ, കെയർ ടേക്കിംഗ് ബിസിനസ്. ആ നമ്പർ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഓഫീസ് വേണ്ട, നിങ്ങളുടെ വീട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ, എപ്പോഴും കിട്ടുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ടായാൽ മതി. പിന്നെ മുന്നോട്ട് വളരുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കൂടുതൽ സ്റ്റാഫുകളെ ഫോൺ അറ്റൻഡ് ചെയ്യാനും ഇതിനൊക്കെ വയ്ക്കാം. കാരണം നിങ്ങൾക്കൊരു സെർവൻസിനെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ സപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ സ്ഥിരം സ്റ്റാഫിനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ലാഭം എന്താണെന്നൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളൊരു ആവറേജ് 3000 മുതൽ 10000 എന്ന് കരുതുമ്പോൾ ഒരു ആവറേജ് 5000 നിങ്ങൾക്ക് മാസം അടയ്ക്കുന്ന കുറച്ച് ഒരു 300 ഫാമിലീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഒരു ജില്ല എടുക്കുക, അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം നോക്കിയാൽ പോലും നിങ്ങൾക്കൊരു 300 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയാണ്? കണക്ക് 5000 × 300 ഒന്ന് കണക്കാക്കി നോക്കുക. സോ അപ്പോൾ അറിയാം ഇത് എത്രയും വലിയ ബിസിനസ്സാണ്. ഇനി അതിൻ്റെ പകുതി മാത്രമാണ് നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നത്, എന്നാൽ പോലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂജ് ബിസിനസ്സാണ്. ഈവൻ എനിക്കറിയാവുന്ന ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം യൂറോപ്പിലാണ്. അദ്ദേഹം നാട്ടിൽ ഇതുപോലൊരു കെയർ ടേക്കറിനെ വിളിച്ചിട്ടാണ് അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ബർത്ത്ഡേക്കും അവരുടെ വിവാഹ വാർഷികത്തിനൊക്കെ കേക്ക് എത്തിച്ചു കൊടുക്കുന്നത് പോലും ഇങ്ങനെ വിളിച്ചിട്ടാണ്. അമ്മച്ചിക്ക് അപ്പച്ചന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, പൈസ കെയർ ടേക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ രസമുള്ള ഒരു സംഭവം കൂടെ, ഈ കെയർ ടേക്കർ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ ഈ കെയർ ടേക്കിംഗ് ബിസിനസ് ചെയ്യുന്ന ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യ കേക്കിൻ്റെ ബിസിനസ്സും കൂടെ ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഡെയിലി അവർക്ക് 5 മുതൽ 8 കേക്കുകളുടെ ബിസിനസ്സും കൂടെ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പം എത്രയും വലിയ ഒരു റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ്സിന് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മക്കൾ അല്ലെങ്കിൽ ഇവരെല്ലാം വിദേശത്താകണമെന്ന് തന്നെ നിർബന്ധമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു കാര്യത്തിന് ഒരു ചെറിയൊരു എക്യുപ്മെൻറ്റ്സ്, എന്തെങ്കിലും ഇലക്ട്രോണിക്സോ കാര്യങ്ങളോ ഒക്കെ കേടായാൽ നമ്മൾ എത്ര പേരെ തിരക്കണം? അവരുടെ നമ്പറുണ്ടോ, ഇവരുടെ നമ്പറുണ്ടോ? ഒരു പ്ലംബറിനെ തിരക്കി പോകുന്നു, ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ്, ഇവരെയൊക്കെ നമ്മൾ എത്ര തിരക്കി പോകുന്നു. അല്ലെങ്കിൽ അങ്ങനെ തിരക്കി പോകുന്നതിന് പകരം ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ. ഇനി നിങ്ങൾക്ക് തിരിച്ച് ഈ സർവീസുകൾക്ക് ഓൾറെഡി ഇവർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവർ തുക ആ ഫാമിലി നിങ്ങൾക്ക് തരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളിൽ ഇവർ വഴി കിട്ടുന്ന ബിസിനസ്സുകൾ, ഇനി അവരുടെ പ്രൊവിഷൻസ് ഞാൻ പറയാൻ വിട്ടുപോയി, അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ മുതൽ അവിടേക്കുള്ള എക്യുപ്മെൻറ്റ്സ്, എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്ന ഉൾപ്പെടെ പലപ്പോഴും ഈ കെയർ ടേക്കർ വഴിയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു
ഷോപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ബിസിനസ് ഓണേഴ്സിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഇതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്ന ഒരു അൺലിമിറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്ന് കൂട്ടി നോക്കുക. ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സാണിത്. സോ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ. പിന്നെ ഇതിന് എങ്ങനെയാണ്, ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫാമിലീസിനെ കിട്ടുന്ന ആളുകളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഗൂഗിൾ അതുപോലുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സേവനങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സോ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിന് നിങ്ങളൊരു വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വലിയ തുക കൊടുത്ത് അങ്ങനെ നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ നിങ്ങളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് ₹1 പോലും ഫീസില്ല. 1-to-1 ഫേസ് ടു ഫേസ് 1-to-1 സൂമിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ സ്വന്തമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സോ അതിന് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് ഉണ്ട്, എൻ്റെ വെബ് ലിങ്ക് ഉണ്ട്, വെബ്സൈറ്റിൻ്റെ ഇതുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്യും. ഇറ്റ്സ് 100% ഫ്രീ ഓഫ് കോസ്റ്റ് ആണിത്. സോ ഈ ബിസിനസ് നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ ചെയ്യാൻ നോക്കുക. അൺലിമിറ്റഡ് ഇൻകം ആണ്, വലിയൊരു ഫ്യൂച്ചറാണ് ഈ ഒരു ബിസിനസ്സിനുള്ളത്. സോ അടുത്തത്, അതായത് മൂന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നതാണ് ക്ലൗഡ് കിച്ചൺ. ക്ലൗഡ് കിച്ചൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ലൈസൻസ് എടുക്കുക. അതിപ്പം നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കൊരു ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം പാചകം അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. അതായത് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, അതായത് കുറേ കൂടെ ഹോംലി ഫുഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ള ഫുഡൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഏത് ഫുഡ് വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെയുള്ള പ്രത്യേകതയുള്ള കുറച്ച് ഫുഡുകളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സെയിൽ ഉണ്ടാകും. കാരണം ഓർഡർ വരുന്നതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക, ഡെലിവറി ബോയ് വന്ന് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ വീടിന് പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യം പോലും വരുന്നില്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുക, ഡെലിവറി ബോയ്ക്ക് കൊടുക്കുക, ഡെലിവറി ബോയ് വന്ന് ഈ പിക്ക് ചെയ്തുകൊണ്ട് പോകും. സൊമാറ്റോ, സ്വിഗ്ഗി അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കോളും. ഇനി അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ മുൻ ഐഡിയകളിൽ പറഞ്ഞ പോലെ ഇതിലും നമുക്ക് ഡിജിറ്റൽ സ്ട്രാറ്റജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ഏരിയയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ തുകയിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്റർ ചുറ്റളവ് മാത്രം നോക്കുക. 20 കിലോമീറ്റർ നോക്കണ്ട, 10-15 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടുകളിലേക്ക് നേരത്തെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇപ്പോൾ 1 കിലോ ബീഫിൻ്റെ കറി നിങ്ങൾക്ക് നേരത്തെ ഓർഡർ അനുസരിച്ച് ആ 1 കിലോ ബീഫിൻ്റെ കറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. 1 കിലോ ചിക്കൻ്റെ കറി, 1 കിലോ മീനിൻ്റെ കറി, അല്ലെങ്കിൽ 1/2 കിലോ, ആ രീതിയിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീട്ടുകാർ, സാധാരണ ഫാമിലികൾ ഇത് വാങ്ങിക്കും. കാരണം പലപ്പോഴും കുക്കിംഗ് ഒക്കെ വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകൾ, ചെറിയ പാർട്ടി ഓർഡറുകൾ നിങ്ങൾക്ക് എടുക്കാം. ചെറിയ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നത്, ഒരു 30 പേരുടെ ഒരു ചടങ്ങാണ്. എനിക്കിപ്പോൾ പോയിട്ടൊരു വലിയ കേറ്ററിംഗ് ഏജൻസിയെ വിളിക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് ആ 30 പേർക്ക് ഹോംലി ഫുഡ് നേരത്തെ ഓർഡർ എടുക്കുന്നതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 40-50% പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സാണിത്. സോ കഴിഞ്ഞ ദിവസം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനവിടെ കണ്ട ഒരു കാഴ്ചയാണ്. നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് അരിഞ്ഞ പച്ചക്കറികൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴത്തെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ഇരട്ടി വിലയാണ്. അതായത് റെഡി ടു കുക്ക് പച്ചക്കറികൾ. സോ അതുമൊക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൻ്റെ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഞാനവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് വെളുത്തുള്ളി. രസകരമാണ്. വെളുത്തുള്ളി അവിടെ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്നത്, ചെറിയ ഇങ്ങനെ ട്രെയിൽ വെച്ചിരിക്കുകയാണ്. 100 ഗ്രാമൊക്കെ ആണെന്ന് തോന്നുന്നത്. അത് 100 ഗ്രാമൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ യഥാർത്ഥ വില നോക്കി, അതായത് 1 കിലോയ്ക്ക് എന്താണ് ഇതിന് വില വരുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൽ കണ്ടത് 560 രൂപ. വെളുത്തുള്ളിയുടെ വില കിലോയ്ക്ക് 560 രൂപ. ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ്, മറ്റേ സാധാരണ നമുക്ക് തൊലിയൊക്കെയുള്ള വെളുത്തുള്ളി കിട്ടുമല്ലോ, അവിടെ പോയി നോക്കിയപ്പം ഏതാണ്ട് 260 രൂപ മുതൽ 280 രൂപ വരെയൊക്കെ കിലോയ്ക്ക് വിലയുള്ളൂ. അപ്പോൾ ഏകദേശം
ഏകദേശം ഇതിൻ്റെ ഒരു തൊലി ഒന്ന് പൊളിച്ച് ഇതൊരു പിന്നെ റെഡി ടു കുക്ക് ആക്കി മാറ്റിയപ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് നേരെ ഡബിളായി. അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ, ഞാനിപ്പോൾ ഉടനെ അടുത്ത സാധനം നോക്കി, ചുവന്ന ഉള്ളി അവിടെ വിൽക്കുന്നത് ഏകദേശം 250 രൂപയിൽ അധികം വിലയ്ക്കാണ് അവിടെ തൊലി പൊളിച്ചത് വിൽക്കുന്നത്. ഇപ്പുറത്ത് ഞാൻ അതേ തൊലിയുള്ള ചുവന്നുള്ളി നോക്കിയപ്പോൾ അതിന് ഏതാണ്ട് 70-80 രൂപയൊക്കെ വിലയുള്ളൂ. അപ്പം ഇരട്ടിയോ അതിന് മുകളിലോ ഒക്കെ ഇതിന് വില കൂടുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ റെഡി ടു കുക്ക് ആക്കി മാറ്റും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒന്നിച്ച് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. ഫിഷ്, ഇത് മീറ്റ്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ലാർജ് റവന്യൂ ആണ് നമുക്ക് വരാം. ഇത് കുറച്ചുകൂടെ ഈ സാധനങ്ങൾ ഡോർ ഡെലിവറിയും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതിന് നിങ്ങൾക്ക് ഒരു വലിയ ഫേമിനെ പോലെ നിങ്ങൾക്ക് ഒരു വലിയ ആപ്പോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഇത് ചെയ്യാം. വാട്സപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലിസ്റ്റ് ചെയ്യാം, അതിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമറെ കൊണ്ടുവരാം, ആളുകളിലേക്ക് ഇത് എത്തിക്കാം. ഞാൻ മറ്റു ബിസിനസ്സുകൾ പറഞ്ഞാൽ ഇതിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പ്രൊമോട്ട് ചെയ്തെന്ന് ഇത് പറയുന്നതിന് കാരണം, പത്രത്തിൽ നിങ്ങളൊരു പരസ്യം കൊടുക്കണം, നിങ്ങൾക്ക് ഒരുപാട് പൈസ വേണം. ഫ്രണ്ട് പേജിലേക്ക് കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അല്ലെങ്കിൽ നിങ്ങൾ അകത്തൊരു പേജ് നോക്കിക്കണം. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പത്രം വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറയുകയാണ്. മാത്രമല്ല ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ പിന്നെ ഈ പത്രം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ പത്രം വായിക്കുന്നവരിൽ 1000 പേര് നിങ്ങളുടെ ഈ പരസ്യം കണ്ടാൽ അതിൽ ചിലപ്പോൾ 10 പേരായിരിക്കും നിങ്ങളുടെ ഈ പരസ്യത്തിന് ആവശ്യക്കാരുള്ളത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഇത് ആർക്കാണോ വേണ്ട അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം പരസ്യം കാണിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യാം. സോ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-to-1 ഫ്രീ സെഷൻസ് ഞങ്ങൾ തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം താല്പര്യമാണെങ്കിൽ. സോ ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. വലിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് മെട്രോ സിറ്റികളിലും അല്ലെങ്കിൽ ടൗൺ ഏരിയകളിലും നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഗ്രാമങ്ങളിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ടൗൺഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നൊരു ബിസിനസ്സാണ്. അതായത് റിയൽ എസ്റ്റേറ്റ് ഡീലർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, സ്ഥലം വിൽക്കാനും ഇതിനൊക്കെ നടക്കുന്ന ആൾക്കാരല്ലേ. വേണ്ട, നിങ്ങൾ ഒരു സ്ഥലവും വിൽക്കാൻ പോകണ്ട. നിങ്ങൾ സ്ഥലം വിൽക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ കൊച്ചിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിൽ എൻ്റെ ഓഫീസ് എടുക്കാനായിട്ട് എനിക്കൊരു ഓഫീസ് സ്പേസ് വേണമായിരുന്നു. ഓഫീസ് സ്പേസിന് വേണ്ടി ഞാൻ പലയിടത്തും പരസ്യങ്ങൾ നോക്കി. അപ്പോൾ ഫേസ്ബുക്കിലും ഒക്കെ പരസ്യങ്ങൾ കാണുന്നു, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ കാണുന്നു, OLX കാണുന്നു. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് ഇപ്പോൾ കിട്ടുന്നതെല്ലാം ഏജന്റുമാരെ അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിൽ മാൻ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അവരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അവർ വഴിയേ നമുക്ക് ഓണറിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ പലപ്പോഴും കാണുന്നുണ്ട് ഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെ ഞാൻ അവർ വഴി പോയി 1-2 ഓഫീസുകൾ കണ്ടു. അതിലൊരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ അവരുടെ ഒരു കമ്മീഷൻ റേറ്റ് എന്താണെന്ന് അറിയാം. കൊച്ചിയിലൊരു ഓഫീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാടക അത്യാവശ്യം നല്ലൊരു സംഖ്യയായിരിക്കും. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ വാടക ഉണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിക്കുക, 1 ലക്ഷം രൂപ റെന്റ് വരുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓഫീസാണ് നിങ്ങൾ വഴി പോകുന്നതെങ്കിൽ അതായത് ആരാണോ ഓഫീസ് എടുക്കുന്നത് അവർ 15 ദിവസത്തെ വാടക ഈ ഏജന്റിന് കൊടുക്കണം. അതായത് 50,000 രൂപ. അതിൻ്റെ ഓണറും കൊടുക്കണം ഈ പറയുന്ന 50,000 രൂപ. അതായത് അയാൾക്ക് ഒരു മാസം ഒരു ഡീല് മാത്രം നടന്നാൽ, അതായത് നിങ്ങൾ സ്ഥലം വിൽക്കാൻ പോകുന്നത് പോലെ ഉള്ള കോംപ്ലിക്കേറ്റഡ് അല്ല ഇത്. അതിനോട് അത്രയും കാലതാമസമില്ല. ഇതൊക്കെ പെട്ടെന്നാണ് അപ്പം നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ ക്വിക്കായിട്ട് ഈ പറയുന്ന വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുക. പിന്നെ കൊച്ചി പോലെയൊക്കെയുള്ള ഒരു സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെയൊക്കെ അവിടെ ഒരു സാധാരണ ഫ്ലാറ്റിന് 25,000 രൂപ വാടക കൊടുക്കണം. സോ 25,000 രൂപ വാടകയുള്ള ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് 2 സൈഡിൽ നിന്നും കൂടെ 12,500 പ്ലസ് 12,500, അയാൾക്ക് 25,000 രൂപ തന്നെ ഈ പറയുന്ന ഡീല് ചെയ്യുന്ന ആളിന് കിട്ടും. അത് കൊമേഴ്ഷ്യൽ സ്പേസ് ആകാം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്പേസ് ആകാം. അപ്പം റെന്റലിന് മാത്രം ഒരു ഏജന്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ വലിയ, അതായത് ലക്ഷങ്ങൾ നിങ്ങൾക്ക് മാസം ശമ്പളമല്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇതിനൊക്കെ വേണ്ടത് ഇത് ഫേസ്ബുക്ക് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഒരു പരസ്യം 1 രൂപ പോലും കാശ് മുടക്കി ഒരു പരസ്യം കൊടുക്കണ്ട. പകരം മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള അല്ലെങ്കിൽ OLXൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയോ മാർക്കറ്റ് പ്ലേസിൽ മാത്രം പരസ്യം ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ഹ്യൂജ് റവന്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കെയർടേക്കർ ബിസിനസ് പോലെ ഇതിലും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഓണേഴ്സിന് ഒരു പുതിയ സിറ്റിയിലേക്ക് വരും, അവർക്ക് പലതും അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെയും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. സോ നമ്മൾ ഇതിൻ്റെ ഒരു അടുത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ബിസിനസ്സുകൾ പറഞ്ഞപ്പോഴെല്ലാം അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം ഇന്നത്തെ ഒരു ലോകത്ത് ഡിജിറ്റലി ആണ് മാർക്കറ്റിംഗ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പലപ്പോഴും
ആളുകൾ ഇപ്പോഴും ബിസിനസ് ഓണേഴ്സ് അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ ചെയ്യുന്നത് അവർക്ക് നൂറുകണക്കിന് ക്ലയന്റ് ഉണ്ടാവും, അതിലൊരാൾ മാത്രമാണ് നമ്മളൊരു പരസ്യം ഇടാൻ പറയും, അവർ പരസ്യം ഇടും, കിട്ടുന്ന റിസൾട്ട് എടുത്ത് കൊടുക്കും. പലപ്പോഴും ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ വളരെ കുറവാണ്. അപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് സ്മോൾ സ്കെയിൽ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്കാരെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ചെറിയ ബിസിനസ്സുകാരെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കാം. ഒരു 1 മന്ത് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഈ പറഞ്ഞ സാധാരണക്കാരായ ബിസിനസ് ഓണേഴ്സിൽ നിന്ന് കൃത്യമായ ഒരു ഫീസ് വാങ്ങിച്ചുകൊണ്ട് അവരുടെ ബിസിനസ്സും കൂടി വളരണം എന്ന താല്പര്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളത് ചിന്തിക്കുക, ബിസിനസ് ഓണറിൽ നിന്ന് നിങ്ങൾക്കൊരു 10,000 റുപ്പീസ് 10,000 രൂപയുടെ ഒരു റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ്. കാരണം അവർക്ക് സർവീസ് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തരേണ്ട ഒരു ഫീസ് അതൊരു 10,000 രൂപ എന്ന് പറയുന്നത് ഒരു വളരെ കുറഞ്ഞൊരു റേറ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ അകത്ത്. സോ ഒരു 10,000 രൂപ നിങ്ങൾക്ക് തരുന്ന ഒരു 30 ക്ലയൻറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ കുറച്ചാണ്. 100 ക്ലയൻറ്റ് 200 ക്ലയൻറ്റ് വേണമെന്നൊന്നും പറയുന്നില്ല. നമുക്കൊരു 30 ക്ലയൻറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് 3 lakhs ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഇത് പഠിക്കാനായിട്ട് നിങ്ങളൊരു മാസത്തെ ഒരു സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം കഴിയുമ്പോൾ, അതായത് അടുത്ത മാസം 1-ാം തീയതി മുതൽ, ഈ മാസം 1-ാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ വരുമാനം നേടാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാം. സോ ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജികളോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 1-to-1 സെഷൻ തരാം, 100% ഫ്രീ. ഒരു ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസിനെ കുറിച്ച്, ഈ പറഞ്ഞ ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസിനെ കുറിച്ച്, ബിസിനസ് സ്ട്രാറ്റജികളെ കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സ്ട്രേറ്റ് 1-to-1 ഞങ്ങളും മാത്രമുള്ള 1-to-1 സെഷനിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. അതിനുള്ള സ്ട്രാറ്റജികൾ 100% ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഈ ബിസിനസ്സുകൾ ട്രൈ ചെയ്താൽ നമുക്കൊരു ഇപ്പോഴത്തെ സാഹചര്യം 2024 നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുക. 2024 നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഏതാനും വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ നിങ്ങളൊരു മാർക്കറ്റ് ലീഡറായിട്ട് മാറും. മറ്റുള്ളവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിനുമൊക്കെ ഒരുപാട് മുമ്പിലായിരിക്കും നിങ്ങളുടെ ഒരു ബിസിനസ്. സോ ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.